കേരള കോൺഗ്രസിലൂടെ മലയോര മേഖലയിലെ കർഷക വോട്ടുകളിൽ ഭൂരിപക്ഷവും എക്കാലത്തും UDFന് അനുകൂലമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിലാണ് LDF. UDFൽ ഭിന്നിപ്പുണ്ടാക്കി സർക്കാരിനെ താഴെയിറക്കാനുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക, അല്ലെങ്കിൽ അവർക്ക് UDFനോട് പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ UDFന് എതിരാക്കി മാറ്റുക എന്നൊക്കെ രീതിയിൽ ഉള്ള ഒരു ആളുകളെ ഇളക്കുന്നതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചെയ്തായിരിക്കാം. ഏതായാലും ഇത് തികച്ചും കുൽസിതമായിട്ടുള്ളൊരു സമരമാണ്. 1959 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ വിമോചന സമരത്തിലൂടെയാണ് ക്രൈസ്തവ സഭകൾ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ചേർന്നു പോകാൻ തുടങ്ങിയത്. 1970 കോൺഗ്രസിൽ നിന്ന് പിളർന്നാണ് കേരള കോൺഗ്രസ് രൂപീകരിച്ചതെങ്കിലും പിന്നീട് സഖ്യത്തിലൂടെ ഈ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. കുടിയേറ്റക്കാരുടെ ഭൂമിയടക്കമുള്ള അവകാശങ്ങളും പട്ടയവും വിശ്വാസ സംരക്ഷണവും ഉയർത്തിക്കാട്ടിയാണ് ഈ സഖ്യം നിലനിൽക്കുന്നത്. ഇന്ന് ആ ലക്ഷ്യമല്ല അവർക്കുള്ളത്, മറിച്ച് ഇവിടുത്തെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. അതിനുവേണ്ടി അന്ന് 57 കോൺഗ്രസ് ആണ് അതിന് പിന്തുണ നൽകിയത്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി അതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ ഹർത്താൽ നടത്തുന്നത്. ഇപ്പോൾ വിമോചന സമരത്തിന്റെ മറ്റൊരു രൂപത്തിലാണ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരായ സമരം ഉയർന്നു വന്നിരിക്കുന്നത്. വിമോചന സമരകാലത്ത് കോൺഗ്രസ് ആയിരുന്നു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ CPM ആണ് കസ്തൂരി രംഗൻ വിരുദ്ധ സമരത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. CPMഉം കേരള കോൺഗ്രസും ക്രൈസ്തവ സഭയും ഒന്നിക്കുന്ന സമരം പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന്റെ സൂചന കൂടിയാണ്. K. സുനിൽകുമാർ, മീഡിയ 1, തിരുവനന്തപുരം.